നിലമ്പൂരില് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയം മുതൽ ഷെരീഫ്ക്ക വിളി തുടങ്ങിയാണ്. ഷെരീഫ്ക്ക പഴയ കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പൊ നിലമ്പൂരിലെ? അതായത് മുമ്പ് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചോ UDF ഒരുപാട് മുകളിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും PV അൻവറിന്റെ പിന്നാലായി പോയി. ഒരു വോട്ട് പിടിക്കാൻ അത് വേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ഓരോ നോക്കിയില്ല. ഓലിങ്ങനെ അൻവറിന്റെ പിന്നാലെ നടന്ന് അൻവർ പോയി. ഇപ്പൊ ഇന്നലെയാണ് നമ്മളെ സ്വരാജ് വന്നത്. സ്വരാജ് വോട്ട് പിടിക്കൽ തുടങ്ങി. എന്തായിരുന്നു ജനം നീ കണ്ടില്ലേ? അത് ഇവരെന്നെ കളഞ്ഞു കുടിക്കുക. കരുണാകരൻ പോലത്തെ ഒരു നേതാവിന്റെ കുറവ് കോൺഗ്രസിൽ ഇപ്പൊ കാണുന്നുണ്ട്. കാരണം കരുണാകരനാണ് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അൻവറിനെ നേരെ കോൺഗ്രസിൽ കൊണ്ടുവന്ന് കോൺഗ്രസിൽ നിന്ന് അവിടെ നിലമ്പൂര് മത്സരിപ്പിച്ച് അവിടുന്ന് നിയമസഭയിൽ എത്തിച്ചാർന്ന് മറുപടി ഓലോണ്ട് കൊടുപ്പിക്കുമായിരുന്നു. ഇവർക്കറിയില്ല, ഇവര് തമ്മിൽ തല്ലല്ലേ. ആ തല്ലിന്റെ പുറമെ നിൽക്ക് ഒരു തമ്മിൽ തല്ലാത്തോണ്ട് ഒരു അൻവറിനെ കിട്ടി. അപ്പൊ രണ്ടു കൂട്ടരോടി വേയും ബിയും ഗ്രൂപ്പുകളൊക്കെ പാടെ അൻവറിന്റെ പിന്നാലോട്ട് പോയി. ഞമ്മക്ക് പിന്നെയും തല്ല, ഓരോ പിന്നെ കിട്ടൂല എന്നുള്ള ഒരു ധാരണയോട് കൂടിയാണ് ഓര് തമ്മിൽ കിട്ടി. ഈ തല്ല് കോൺഗ്രസ് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ കോലത്തിലുള്ള അവസ്ഥ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് UDFലെ. അദ്ദേഹം മെനക്കെട്ടിട്ട് പോലും ഇത് തീർന്നില്ലെങ്കിൽ ഇവരെ കളിന്റെ പവർ എത്ര ഉണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ അവിടെ മത്സരിക്കേണ്ടത് സ്വരാജ് ഒരുപാട് വിഷയത്തില് നല്ല നല്ല പ്രസ്താവന എടുത്ത ഒരു നിലപാടിന്റെ രാജകുമാരനാണ്. ആ ഒന്നുമില്ല, ഞങ്ങളെ ലീഗാരെ ഈ തറിയുന്ന മാത്രമേ മറ്റൊരു ഉണ്ടാക്കുള്ളൂ. വാപ്പോ മോൻ ഞാൻ എനിക്കെന്താ പറയാനുള്ളത് പറഞ്ഞു. അതുകൊണ്ട് സ്വരാജ് അവിടെ ജയിക്കുന്നു നോക്കിക്കോ. ഷെരീഫ്ക്കാരാണ് കരുണാകരനുള്ള സമയത്താണെങ്കിൽ കരുണാകരനുള്ള സമയത്തും ഇപ്പൊ VD സതീശനും K സുധാകരന്റെ സമയത്തും കോൺഗ്രസ് സ്ട്രോങ് തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഇപ്പൊ പാലക്കാട്, തൃക്കാക്കര ഇവിടെയൊക്കെ കോൺഗ്രസ് തന്നെ ജയിച്ചിട്ടുള്ളൂ. UDF പിന്നെ ഈ ഇലക്ഷൻ നടക്കുന്നത് നമ്മളെ നിലമ്പൂര് മലപ്പുറം ജില്ലയിലാണ്. അവിടെ ഈ കോൺഗ്രസിനെക്കാട്ടി മുൻപന്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി ലീഗാരുണ്ടാവും. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കോൺഗ്രസ്സുകാരോണ്ട്. നിങ്ങൾ KC വേണുഗോപാൽ തൊട്ട് ഇങ്ങോട്ടുള്ള നേതാക്കള് ഒന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയും അതേമാതിരി എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് ഓ രണ്ടാളി കോൺഗ്രസ് ഉണ്ടാക്കാൻ നടക്കുള്ളൂ. ഓലെടുത്ത് വന്ന് ക്ലാസ്സിന് ഇരിക്കുക ആദ്യം കേട്ടോ. അതൊന്നുമില്ല, എല്ലാ കോൺഗ്രസ്സുകാരും ഉഷാറാണ്. UDF മുന്നണിയും സംവിധാനം ഉഷാറാണ്. ഒറ്റക്കെട്ടായിട്ട് നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേരിടും. ഈ വരുന്ന 23-ാം തീയതി അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കും. പലർക്കും ഇലക്ഷനാണ്, പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. എന്റെ അഭിപ്രായം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ആരെയും സ്വരാജ് ഷൗക്കത്ത് ഇൻഷാ അല്ലാഹ്.